Welcome to the class. Today we are going to see about Kolb's experiential learning theory. This is one of the important and interesting learning theory, and now we will see its details. Learning is the process whereby the knowledge is created through the transformation of experience. So according to Kolb, transformation of experience is the basis of all our knowledge. We need real experience to develop our knowledge. That's what this theory is known as experiential learning theory. നമുക്ക് യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുന്നതെന്നാണ് കോൾബ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ലേണിംഗ് ഈസ് എ പ്രോസസ് വെയർ ബൈ നോളജ് ഇസ് ക്രിയേറ്റഡ് ത്രൂ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. സോ വി ഷുഡ് ഹാവ് ദ എക്സ്പീരിയൻസ് ഫസ്റ്റ്, then we will cognitively transform that experience and we'll build up the knowledge. Actually, he had published his learning styles of model in 1984. And it was known as learning style inventory. This theory consists of two levels actually. The first level is a 4-stage cycle of learning, and second one is 4 separate learning styles. കോൾബിൻ്റെ ലേണിംഗ് തിയറിയിൽ 2 പാർട്ടാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് ഒരു ലേണിംഗ് സൈക്കിളാണ്. അതിന് 4 സ്റ്റേജസ് ഉണ്ട്. 4 സ്റ്റേജസ് ഉള്ള 4 ഘട്ടങ്ങളുള്ള ഒരു ലേണിംഗ് സൈക്കിൾ. രണ്ടാമത്തത് ലേണിംഗ് സ്റ്റൈൽസ്. ഓരോരുത്തർക്കും പ്രിഫറബിളി ഏതൊക്കെ ലേണിംഗ് സ്റ്റൈൽസ് ആണോ ഉള്ളത് അതും അദ്ദേഹത്തിന് 4 എണ്ണമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ തിയറിക്ക് 2 ലെവലുകളുണ്ട്. ഒന്ന് 4 സ്റ്റേജ് സൈക്കിൾ ഓഫ് ലേണിംഗ് ആൻഡ് 4 സെപ്പറേറ്റ് ലേണിംഗ് സ്റ്റൈൽസ്. ദിസ് തിയറി ഫോക്കസ് ഓൺ ലേണേഴ്സ് ഇന്റേണൽ കോഗ്നിറ്റീവ് പ്രോസസ്. വെൻ വി ഗോ ത്രൂ വൺ എക്സ്പീരിയൻസ്, what is happening in our cognitive structure, that is what is called explained through his theory. കോൾബ് തൻ്റെ ഈ സിദ്ധാന്തത്തിലൂടെ പരിശ്രമിക്കുന്നത് നമ്മളൊരു അനുഭവത്തിലൂടെ കടന്നുപോയി അറിവ് നിർമ്മാണ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ബുദ്ധിതലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ വിശദീകരിക്കുകയാണ് ഈ തിയറിയിലൂടെ കോൾബ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് വി നീഡ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, നമ്മുടെ ബുദ്ധിതലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Learning involves the acquisition of abstract concept that can be applied flexibly to a range of situations. ഒരു പഠന പ്രക്രിയയിൽ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ നമുക്കറിയാം അക്വിസിഷൻ ഓഫ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്. ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് കോൺക്രീറ്റ് ലെവലിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ ചിന്തയുടേതായ ഒരു വ്യാപാര ഘട്ടമുണ്ട്. ആ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് ഫോം ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ആ സിദ്ധാന്തങ്ങളെ നമ്മൾ റിയൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ കൺസെപ്റ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ന്യൂ എക്സ്പീരിയൻസസ്. അപ്പോൾ നമ്മളൊരു അനുഭവത്തിലൂടെ കടന്നുപോയി, ചിന്തയുടെ ഒരു തലം വന്നു, ചിന്തയിലൂടെ പുതിയ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിതലത്തിൽ ഫോം ചെയ്തു, നമ്മൾ കണ്ടെത്തിയ ആ ന്യൂ കൺസെപ്റ്റ്, പുതിയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി നമ്മുടെ ബുദ്ധിതലത്തിൽ പുതിയ പുതിയ അറിവുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിങ്ങനെ ഒരു സൈക്ലിക് മാനറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ എക്സ്പീരിയൻഷ്യൽ തിയറി more holistic approach and emphasizes how experiences, including cognition, environmental factors, and emotions, influence the learning process. So, Kolb's theory of learning, basically it is an experiential theory based on real experience. യഥാർത്ഥത്തിലുള്ള ജീവിതാനുഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോൾബിൻ്റെ തിയറിയാണ് എക്സ്പീരിയൻഷ്യൽ തിയറി. ആൻഡ് ഇറ്റ് ഈസ് മോർ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇത് എല്ലാ ഡയമെൻഷൻസിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. എക്സ്പീരിയൻസ്, എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഇമോഷൻസ്, കോഗ്നിറ്റീവ് സ്ട്രക്ചർ, ഈ എല്ലാ ഡയമെൻഷനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തിയറിയാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഹോളിസ്റ്റിക് അപ്രോച്ചിലുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് കോൾബിൻ്റെ ഈ തിയറി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിൽ സി വാട്ട് ഈസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നത് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്, റിയൽ എക്സ്പീരിയൻസ്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ലേണിംഗ് ബൈ ഡൂയിങ്. ജോൺ ഡൂയിയുടെയും പിയാഷയുടെയും കെർട്ട്ലെമൻ്റെയൊക്കെ തിയറി നമ്മൾ പഠിച്ചതാണ്. അവരുടെയൊക്കെ തിയറിയിൽ നിന്നുള്ള ചില ഫാക്ടേഴ്സ് ഈ കോൾബിൻ്റെ തിയറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേൺ ബൈ ഡൂയിങ്, ചെയ്തുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, അത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. നാച്ചുറലിസ്റ്റിക് വേ ഓഫ് ലേണിംഗ് ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ദർ ആർ മെയിൻ 6 ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ദ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന് പ്രധാനമായിട്ടും 6 സ്വഭാവ പ്രത്യേകതകളുണ്ട്. ലേണിംഗ് ഈസ് ബെസ്റ്റ് കൺസീവ്ഡ് ആസ് എ പ്രോസസ്, നോട്ട് ഇൻ ദ ടേംസ് ഓഫ് ഔട്ട്കംസ്.
ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അതിന് ഒരു പ്രോഡക്റ്റിൻ്റെ സ്വഭാവം മാത്രമല്ല ഉള്ളത്. ഔട്ട്കമ്മിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ ബോധർ ചെയ്യേണ്ടത്. ഒരു ടീച്ചർ എന്ന നിലയിൽ ലേണിംഗ് ഒരു പ്രോസസ്സായി തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് അല്ലെ ഗ്രേഡ് അല്ലെ റാങ്ക് അത് മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ലേണിംഗ് ഈസ് എ പ്രോസസ്. ഇൻ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് വി കൺസിഡർ ലേണിംഗ് ആസ് എ പ്രോസസ്, നോട്ട് ആസ് എ പ്രോഡക്റ്റ്. Learning is a continuous progress grounded in experience. And it is a process, but it is a continuous process according to experiential learning. ജീവിതത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ലേണിംഗ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെവർ എൻഡിങ് പ്രോസസ്സാണ് ലേണിംഗ് ഇൻ അവർ ലൈഫ്. അത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ പ്രത്യേകത. എപ്പോഴാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്? എപ്പോഴാണ് നമ്മൾ ജനിച്ചത് അപ്പോൾ മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് നമ്മുടെ പഠനം തീരുന്നത്? നമ്മുടെ മരണം വരെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നലെയുള്ള ഞാനല്ല ഇന്നുള്ളത്. പുതിയ പുതിയ കാര്യങ്ങൾ എൻ്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക്, എൻ്റെ പെർസെപ്ഷനിലേക്ക്, എൻ്റെ ആറ്റിറ്റ്യൂഡ്സിലേക്ക് ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. Learning requires the resolution of conflicts between dialectically opposed modes of adaptation to the world. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില കോൺഫ്ലിക്ട്സ്, അതാണ് നമ്മൾ ലേണിങ്ങിലേക്ക് നയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സപ്പോസ് വി ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് കോൾസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നമ്മുടെ സിലബസിലുണ്ട് ഇത്, നമ്മൾക്കിത് പഠിക്കണം. അപ്പോൾ പഠിക്കാനുള്ള നീഡ് എവിടെ നിന്നാണ് റൈസ് ചെയ്യുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പക്ഷേ അതിൻ്റെ നീഡായിട്ട് മാറുമ്പോൾ എന്നിൽ തന്നെ ഒരു ഇംബാലൻസ് സ്റ്റേറ്റ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതാണ് പറയുക റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ്. എൻ്റെ മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, എനിക്കത് പഠിക്കണം, അറിയില്ലാത്ത അവസ്ഥയും അറിയേണ്ട അവസ്ഥയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്. ആ ഇംബാലൻസ് സ്റ്റേറ്റിൽ നിന്ന് ഐ വാണ്ട് ടു ബി എ ബാലൻസ്ഡ് പേഴ്സൺ. എൻ്റെ മെൻ്റൽ സ്ട്രക്ചറിൽ ഉണ്ടായ ആ ഇംബാലൻസ് സ്റ്റേജ് ഞാൻ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ബാലൻസ് സ്റ്റേജിലേക്ക് വരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ആ പ്രോസസ്സാണ് ലേണിംഗ് പ്രോസസ്സ്. There is an entry behavior, there is a goal, that is our end behavior. അപ്പോൾ എൻട്രി ബിഹേവിയറിൽ നിന്ന് എൻഡ് ബിഹേവിയറിലേക്ക് നമുക്ക് എത്തണം. ഈ നോളജ് ലഭിക്കാത്ത അവസ്ഥയാണ് എൻട്രി ബിഹേവിയർ. നോളജ് ലഭിച്ചിട്ടുള്ള അവസ്ഥയാണ് എൻഡ് ബിഹേവിയർ. സോ എൻട്രി ബിഹേവിയറിൽ നിന്ന് എൻഡ് ബിഹേവിയറിലേക്ക് എത്താൻ വി ഹാവ് ടു ഗോ ത്രൂ എ പ്രോസസ്. ദാറ്റ് പ്രോസസ് ഈസ് ലേണിംഗ് പ്രോസസ്. നമ്മൾ പല രീതിയിൽ നമ്മൾക്ക് സോഴ്സസ് കണ്ടെത്തി നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യം പല മെത്തേഡ്സ് വഴി നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ പ്രക്രിയയിൽ കടന്നുപോയി അറിവ് സ്വന്തമാക്കി കഴിയുമ്പോൾ വി ബിക്കം ബാലൻസ്ഡ്. ആ കോൺഫ്ലിക്റ്റ് മാറി. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ കോൺഫ്ലിക്റ്റ്, ഈ ബാലൻസ്ഡ് ഇംബാലൻസ്ഡ്, അപ്സ് ആൻഡ് ഡൗൺസ്, അതിൻ്റെ ഫലമായിട്ടാണ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ദിസ് ഈസ് എ കണ്ടിന്യൂസ് എൻലെസ് പ്രോസസ് ഇൻ അവർ ലൈഫ്. The fourth characteristic of experiential learning is learning is a holistic process of adapting to the world, which involves transactions between the person and the environment. We know there is a transaction between the person and the environment. This environment could be the individual environment, personal environment, or the സോഷ്യൽ എൻവറോൺമെൻറ്റ്. നമുക്ക് ചുറ്റുപാടുമുള്ള എൻവറോൺമെൻ്റ് ആകാം, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള എൻവറോൺമെൻ്റ് ആകാം. ചില സമയത്ത് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന ആരോടാണ്? നമ്മോട് തന്നെയാണ്. മറ്റു ചില സമയത്ത് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തോടാണ്. അതൊരു വ്യക്തിയോടാകാം, ഒരു വസ്തുവിനോടാകാം, ഒരു സാഹചര്യത്തോടാകാം, ഒരു അനുഭവത്തോടാകാം, ഈ പ്രകൃതിയോടാകാം, എന്തിനോട് വേണമെങ്കിലും ആകാം. അങ്ങനെ ട്രാൻസാക്ട് ചെയ്താണ് നമ്മൾ ഈ എക്സ്പീരിയൻസിൽ കൂടെ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളും മറ്റുള്ളവയും, ഒരുപക്ഷെ എന്നോട് തന്നെയോ മറ്റുള്ളവരോടോ മറ്റുള്ളവരോടുള്ള ഈ വ്യാപാരങ്ങളിലൂടെയാണ് ട്രാൻസാക്ഷൻസ്, വ്യാപാരങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കുന്നത്. അത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ നമുക്ക് ഇൻറ്ററാക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മോടോ മറ്റുള്ളവരോടോ ഉള്ള ഇൻറ്ററാക്ഷൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഓക്കെ. The fifth characteristic of experiential learning is learning is the process of creating knowledge that is the result of a transaction between social knowledge and personal knowledge. Okay, process of creating knowledge. നമ്മൾ ആദ്യം ഉണ്ടായിരുന്നതിന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നുണ്ട്. We are creating knowledge through what? Through the interaction between the person and the society or the environmental factors. Learning is relearning. For the experiential learning, we are supposed to understand this point very clearly. Learning is relearning. What is relearning? വീണ്ടും വീണ്ടും നമ്മളൊരു കാര്യം, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പടം വരയ്ക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം.
ഞാൻ ഒരു പ്രാവശ്യം വരച്ചുകൊണ്ട് ഞാൻ നിർത്തും ഇല്ല, വീണ്ടും വീണ്ടും ഞാൻ വരയ്ക്കും. അപ്പോൾ ഒരു പ്രാവശ്യം വരച്ച് കഴിഞ്ഞതിൽ നിന്ന് ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് മാറ്റാൻ ശ്രമിച്ച്, അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാക്കാൻ ശ്രമിച്ച്, അതർവൈസ് ലിറ്റിൽ മോർ ക്രിയേറ്റീവ്ലി ഐ തിങ്ക് അബൌട്ട് ആൻഡ് ദ പിക്ചർ ആൻഡ് ദ ഡയഗ്രാം, വാട്ട് കളർ ഐ ഷുഡ് ഗിവ്, ഇൻ വിച്ച് പൊസിഷൻ ആരും വരയ്ക്കാത്ത രീതിയിൽ എങ്ങനെ വരയ്ക്കാം. സോ ദറ്റ് പ്രോസസ് ഓഫ് ലേണിംഗ്, ഈ വരയ്ക്കുന്നത് തന്നെ നമ്മൾ റീലേണിംഗ് നടത്തി എന്ത് ചെയ്യാണ്, വീണ്ടും വീണ്ടും നമ്മുടെ നോളജ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേണിംഗ് ഈസ് റീലേണിംഗ്. സോ ദീസ് ആർ ദ 6 കാറ്റഗറീസ് ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. Now we will come to the Kolb's experiential learning model, learning styles inventory. All these are the different headlines for this theory. Experiential, as this theory is based more on reflection of experiences, not experimental. Maripovaradu. Experience and experiment. This is not experimental. This is based on experiences. So we are calling this theory as experiential learning theory because it is based on real experience. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി കടന്നു പോകുന്ന എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ലേണിംഗ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി എന്ന് ഈ തിയറിയെ നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സിൻസ് എക്സ്പീരിയൻസ് ഇസ് ദ സോഴ്സ് ഓഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ തിയറി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. ഈ തിയറിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്താണ്? കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആണ്. സോ വിൽ ടോക്ക് അബൌട്ട് വൺ എക്സാമ്പിൾ. നിങ്ങൾ ആദ്യമായിട്ട് ഒരു സുഹൃത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഒരു നല്ല കാപ്പി കുടിച്ചെന്ന് വിചാരിക്കുക. ദറ്റ് ഈസ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഇതുവരെ കുടിക്കാത്ത രീതിയിലൊരു കാപ്പി കുടിച്ചു, നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. യു എക്സ്പീരിയൻസ് ഇസ് ടേസ്റ്റ്, ഇസ് സ്മെൽ, ദെൻ യു ഫെൽറ്റ് ദിസ് ഈസ് ഗുഡ്. ഓക്കെ, ദെൻ യു വാണ്ട് ടു മേക്ക് ദറ്റ് കോഫി. നിങ്ങൾ ആ കാപ്പി നിങ്ങൾക്കിത് ഉണ്ടാക്കണം. നിങ്ങൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഓർക്കുകയാണ്, നല്ലൊരു കാപ്പിയായിരുന്നു കുടിച്ചത്, എങ്ങനെ എനിക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. സോ വാട്ട് യു ആർ ഡൂയിങ്, യു ഹാഡ് വൺ എക്സ്പീരിയൻസ് ബേസ്ഡ് ഓൺ ദാറ്റ് യു ആർ റിഫ്ലക്റ്റിംഗ്, യു ആർ തിങ്കിങ്. ഓക്കെ, യു ആർ തിങ്കിങ്, യു ആർ റിഫ്ലക്റ്റിംഗ് ഓൺ ദാറ്റ്. യു ട്രൈ ടു കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആ കാപ്പിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ചേർത്തത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതെങ്ങനെയായിരിക്കും അവർ ചെയ്തത്, ഏത് രുചിയാണ് കൂടുതൽ നിന്നത്, മധുരം എന്തോരം ഉണ്ടായിരുന്നു, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്തോരം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ കാപ്പിയുടെ ഒരു സ്പെഷ്യൽ കോഫി ആണെങ്കിൽ അതിൻ്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ അത് സംബന്ധിച്ച ബുക്കുകൾ വായിച്ചു നോക്കിയോ, ഇപ്പോഴാണ് നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യോ, യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കാണുകയോ ഒക്കെ ചെയ്യും. വാട്ട് യു ആർ ഡൂയിങ്, you are trying to get the information about your experience. Okay, so we have, after the experience we have a reflective stage, a thinking stage. നിങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? You will feel new concepts. ഇതിങ്ങനെയാണ് അവർ ചെയ്തത്, ഇതിലെ കാപ്പിപ്പൊടി ഇത്രയ്ക്ക് വേണമായിരുന്നു, ഇത്ര വെള്ളം എടുക്കുമ്പോൾ ഇത്ര കാപ്പിപ്പൊടി വേണം, അതിന് ഇത്ര മധുരം വേണം, അത് എപ്പോഴാണ് ചേർക്കേണ്ടത്, ബോയിൽ ചെയ്തിട്ടാണോ ബോയിൽ ചെയ്യാതെയാണോ വെള്ളം ചേർത്തിട്ടാണോ, all those things. So you will get idea about that. There are some concept it is forming in your cognitive structure. So first you had the experience, then you will be reflecting on that. After the reflection you have some inferences from the reflection, that is the concept. റിഫ്ലക്ഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ചില കൺസെപ്റ്റ് നിങ്ങളുടെ ബ്രെയിനിൽ ഫോം ചെയ്ത കൺസെപ്റ്റും കൊണ്ട് അവിടെ നിൽക്കുന്നില്ല നമ്മൾ. we got the concept, we got the idea how to make this coffee, so we are going to test it. നമ്മളത് ചെയ്ത് നോക്കിയിട്ട് then we will taste it. അപ്പോൾ നമുക്ക് മനസ്സിലായി, അന്ന് കഴിച്ച കാപ്പിയുടെ അത്രയും തന്നെ ഇത് വന്നിട്ടില്ല, അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ട്. So what we have to do is again we'll go through this process, we will reflect on that, where I went wrong, ഏത് ഇൻഗ്രീഡിയൻറ്റ് എങ്ങനെയായിരുന്നു ചേർക്കേണ്ടത്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, നമ്മൾ ചിന്തിക്കും. പുതിയ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യും. അതനുസരിച്ച് വി വിൽ ബി ഡൂയിങ് ദ ആക്ടിവിറ്റി അഗെയിൻ. വീണ്ടും നമ്മൾ ആ പുതിയ കൺസെപ്റ്റിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ ഇൻഫ്ലുവൻസ് ഫോം ചെയ്തതനുസരിച്ച് നമ്മൾ വീണ്ടും കാപ്പി ഉണ്ടാക്കി നോക്കും. ദെൻ വിൽ ഗെറ്റ് ന്യൂ എക്സ്പീരിയൻസ്.
So this will be going on in a cyclic process. Experience, reflection, concept formation, redoing that, again experience, that will be new experience, then reflecting on that, concept formation, testing or redoing that. In a cyclic manner it is going on like this way. Naturally, whenever you do one thing or you want to try to understand one concept, ടെക്സ്റ്റൽ കൺസെപ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സെയിം പ്രോസസ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ബേസ് ഓഫ് ദിസ്? ദർ ഈസ് എ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് വി നീഡ്. ആഫ്റ്റർ ദാറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കോഗ്നിറ്റീവ് സ്ട്രക്ചർ? സോ കോൾബ് ഈസ് ട്രൈയിങ് ടു എക്സ്പ്ലെയിൻ ദിസ്. വാട്ട് വി ഹാവ് എ കോൺക്രീറ്റ് എക്സ്പീരിയൻസ്. From that we will have a reflection. Then after that the concepts are formed in our cognitive structure. According to the new concept, we are doing new things. Okay, so this is in a cyclic manner it is formed. So this is what is explaining through Kolb's experiential learning model. Now we'll see more about this model. Kolb's learning model is based on two continuums that form a quadrant. നമ്മൾക്ക് ഈ ത്രീയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് continuums ഉണ്ട്. What is this continuum? One is the perception continuum, second one is the processing continuum. Continuum എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. കണ്ടിന്യൂം എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ കണ്ടിന്യൂം എന്നുള്ള വാക്ക് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് പ്രോഗ്രസ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കണ്ടിന്യൂം. ഗ്രാജുവൽ പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ്. ആസ് ഐ ടോൾഡ് യു, ദർ ഈസ് എ എൻട്രി ബിഹേവിയർ ആൻഡ് എൻഡ് ബിഹേവിയർ. എൻട്രി ബിഹേവിയറിൽ നിന്ന് നമുക്ക് എൻഡ് ബിഹേവിയറിലേക്ക് എത്തണം. അത് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെയാണ്. പക്ഷെ അത് കടന്നു പോകുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൂടെയാണ്. നമുക്ക് ഒരു ബട്ടർഫ്ലൈയുടെ എക്സാമ്പിൾ എടുക്കാം. ഒരു കൊക്കൂണിൽ നിന്ന് എങ്ങനെയാണ് ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എഗ്സ് ഏതെങ്കിലും ഒരു ലീഫിൻ്റെ അടിയിൽ ഒരു ബട്ടർഫ്ലൈ ലേ ചെയ്യുന്നു. ആ എഗ്സിൽ നിന്ന് കാറ്റർപില്ലേഴ്സ് ഉണ്ടാകുന്നു. കാറ്റർപില്ലേഴ്സ് അത് വളർന്നു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു? അതൊരു പ്യൂപ്പയ്ക്കകത്തായി മാറുന്നു. ആ പ്യൂപ്പയിൽ നിന്ന് പുതിയൊരു ബട്ടർഫ്ലൈ ഉണ്ടായി വരുന്നു. ദിസ് ഈസ് എ പ്രോസസ് വിച്ച് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഒന്നിൽ തന്നെ നിൽക്കുന്നില്ല. ഒരു എൻട്രി ബിഹേവിയറിൽ നിന്ന് എൻഡ് ബിഹേവിയറിലേക്ക് അത് മാറുന്നുണ്ട്. ഓൾ ഓഫ് എ സഡൻ ആണോ? അല്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാജുവലായിട്ട് ഒരു ബിക്കമിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോസസ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കണ്ടിന്യൂ. ബിക്കമിങ്, ഗ്രാജുവലി ഒരു ബിക്കമിങ് പ്രോസസ്സ്, ഒരായിത്തീരൽ പ്രക്രിയ. ഒറ്റയടിക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിളാണിത്. നിങ്ങളുടെ മസിൽസും നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ തുടങ്ങിയാണ് എൻ്റെ എക്സസൈസ്. ഇന്ന് തന്നെ എൻ്റെ മസിൽസ് എല്ലാം ബിൽഡപ്പായി വരുമോ? ഇല്ല. ഒരു 3 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് എൻ്റെ ബോഡിയിൽ എനിക്ക് കാണാൻ പറ്റും. എല്ലാ ദിവസവും ഈ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ഐ ആം ഡൂയിങ് ദിസ് എക്സസൈസ്. പക്ഷേ എല്ലാ ദിവസവും അത് വിസിബിൾ ആയിരുന്നു? അല്ല. പക്ഷേ ഫൈനലി വി ഗോട്ട് ദ റിസൾട്ട്. ഓക്കെ, കണ്ടിന്യൂസ് പ്രോസസ്സ്, ഗ്രാജുവലി ബിക്കമിങ് പ്രോസസ്സ്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കണ്ടിന്യൂ. അപ്പോൾ ഈ കോൾബിൻ്റെ ലേണിംഗ് തിയറിയിൽ നമുക്ക് 2 കണ്ടിന്യൂമാണുള്ളത്. വൺ ഈസ് പെർസെപ്ഷൻ കണ്ടിന്യൂ, ദാറ്റ് ഈസ് സൗത്ത് ആൻഡ് നോർത്ത് ഡയറക്ഷൻ ഓഫ് ദി സൈക്കിൾ. സെക്കൻഡ് വൺ ഈസ് പ്രോസസ് കണ്ടിന്യൂ, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഡയറക്ഷൻ. വാട്ട് ഈസ് പെർസെപ്ഷൻ കണ്ടിന്യൂ? പെർസെപ്ഷനിൽ നമുക്ക് വരുന്ന മാറ്റം, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മളിങ്ങനെ മാറുന്നുണ്ട്. ദിസ് ഈസ് അബൌട്ട് അവർ ഇമോഷണൽ സ്റ്റേജ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഒരു ടാസ്കിനെ നമ്മൾ എങ്ങനെയാണ് ഇമോഷണലി അപ്രോച്ച് ചെയ്യുന്നത്, അതാണ് പെർസെപ്ഷൻ കണ്ടിന്യൂ. പ്രോസസ് കണ്ടിന്യൂ എന്ന് വെച്ചാൽ ഹൗ ടു അപ്രോച്ച് ദാറ്റ് ടാസ്ക്, നമ്മൾ ഈ ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് പ്രോസസ് കണ്ടിന്യൂ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 മോഡ്സാണ്. നോക്കുക, പെർസെപ്ഷൻ കണ്ടിന്യൂവിൻ്റെ 2 എൻഡിലും വെച്ചിരിക്കുന്നതാണ് ഫീലിംഗ് ആൻഡ് തിങ്കിങ്. ഒരു ടാസ്കിനെ നമ്മൾ ഇമോഷണലി അപ്രോച്ച് ചെയ്യുന്നത് ഒന്നിലെ ഫീലിങ്ങിലൂടെ അല്ലെങ്കിൽ തിങ്കിങ്ങിലൂടെ. രണ്ടും ഓപ്പോസിറ്റ് മോഡാണ്. പ്രോസസ് കണ്ടിന്യൂവിൻ്റെ 2 എൻഡിലുള്ള എന്താണ്? ഡൂയിങ് ആൻഡ് വാച്ചിങ്. ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുന്നു. ഇത് രണ്ടും ഈ 2 കണ്ടിന്യൂവുമാണ് ഈ സൈക്കിളിൻ്റെ ബേസായിട്ട് നിൽക്കുന്നത്. ഓക്കെ, തിങ്കിങ് ആൻഡ് ഫീലിംഗ്, ഡൂയിങ് ആൻഡ് വാച്ചിങ്.
അപ്പം ഈ ഡൂയിങ് വാച്ചിങ് ദീസ് ആർ ജസ്റ്റ് ഓപ്പോസിറ്റ് മോഡ്സ്. ഫീലിംഗ് ആൻഡ് തിങ്കിങ് ദീസ് ആർ ജസ്റ്റ് ഓപ്പോസിറ്റ് മോഡ്സ്. ഈ രണ്ട് മോഡ്സും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതിനുള്ളിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ ലേണിംഗ് സൈക്കിളിന് കാരണമായിത്തീരുന്നത്. ഓക്കെ, ഈ രണ്ട് മോഡുകൾ ഫീലിംഗ് ആൻഡ് തിങ്കിങ് ഓൺ ദ പെർസെപ്ഷൻ കണ്ടിന്യൂ, ഡൂയിങ് ആൻഡ് വാച്ചിങ് പ്രോസസ് കണ്ടിന്യൂ. ഈ രണ്ട് മോഡും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മോഡിൻ്റെ ആക്ടിവിറ്റീസ് അത് ആക്ച്വലൈസ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ഈ സൈക്കിളിനെ മുൻപോട്ട് നയിക്കുന്നത്. സോ നൗ വി വിൽ സീ ദ ലേണിംഗ് സൈക്കിൾ ഓഫ് കോൾ. ഓക്കെ, we have the perceptual continuum, we have the processing continuum, then we have first step is concrete experience, that is in our feeling level. Concrete experience, real ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, സപ്പോസ് യു വാണ്ട് ടു സ്റ്റഡി ഡ്രൈവിംഗ്. അപ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനാണ് അത് നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് പറയാം. കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ത് പറ്റുന്നു, അവിടെ നമ്മൾ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷനിലേക്ക് പോകും. റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. അപ്പോൾ നമ്മളവിടെ ഒബ്സർവേഷൻ വന്ന ഇവിടുന്നാണ് വാച്ചിങ്. വി ആർ ട്രൈങ് ടു വാച്ച് ദാറ്റ് ആൻഡ് വി ആർ ട്രൈങ് ടു റിഫ്ലക്റ്റ് ഓൺ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നു. അതിനെക്കുറിച്ചുള്ള മാറ്റർ നിങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുന്നു. അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഡിഫറെൻറ്റ് വേയിലാണ് നമ്മൾ ഓരോരുത്തർ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെന്ന് വരും, ചിലപ്പോൾ ഒരാളുടെ സഹായത്തോടു കൂടി മനസ്സിലാക്കിയെന്ന് വരും. അങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് വേറൊരാൾ ഡ്രൈവ് ചെയ്ത് നോക്കി പഠിക്കുന്നു. ഒബ്സർവ് ചെയ്ത് നമ്മുടെ മനസ്സിലാണ് നടക്കുന്നത്. കോഗ്നിറ്റീവ് സ്ട്രക്ചർ, ഇതിങ്ങനെയല്ല, ഇതങ്ങനെയാണ്, ക്ലച്ച് മാറ്റുന്നത് എങ്ങനെയാണ്, ഗിയർ മാറ്റേണ്ടത് എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് എടുക്കണം, എന്ത് ചെയ്യണം, റൈറ്റ് എടുക്കണം, ഇതെല്ലാം ആദ്യം നമ്മൾ ഫോം ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ മനസ്സിലാണ്. ഓൾ ഓഫ് എസ് നമ്മൾ ഓടിപ്പോയിന്ന് ഡ്രൈവ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. ആഫ്റ്റർ ദാറ്റ് വൈൽ അബ്സ്ട്രാക്ട് കൺസെപ്ച്വലൈസേഷൻ, ദാറ്റ് ഈസ് അവർ തിങ്കിങ് ലെവൽ. ഫ്രം ദ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ വി ഗെറ്റ് സം കൺസെപ്റ്റ്സ്. Abstract conceptualization, we get some concepts. ആ കൺസെപ്റ്റ് പുതിയതായിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വി ഹാഡ് എ കോൺക്രീറ്റ് എക്സ്പീരിയൻസ്. ഫ്രം ദർ വി കം ടു ദ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. ഫ്രം ദ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ വി ഗോ ടു ദ abstract conceptualization. Then after the concept is formed, what we will do, we are going to try it out. Active experimentation. നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ മനസ്സിൽ ഫോം ചെയ്ത കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിന് പിന്നിലിരുന്ന് നമ്മളത് സ്റ്റാർട്ടാക്കുന്നു, വണ്ടി മുമ്പോട്ടെടുക്കുന്നു. അപ്പോഴേക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്ന എന്താണ്, ദ കൺസെപ്റ്റ് വിച്ച് ആർ ഫോംഡ് ഓൾറെഡി ഇൻ അവർ ബ്രെയിൻ. ഫ്രം വെയർ വി ഗോട്ട് ദിസ് കൺസെപ്റ്റ്, വി ഗോട്ട് ദ റിഫ്ലക്ഷൻ. ഈ റിഫ്ലക്ഷൻ എവിടെ നിന്നാണ് വന്നത്, ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസിൽ നിന്ന്. ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ കോൺക്രീറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് ഇതെങ്ങനെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റിഫ്ലക്റ്റ് ചെയ്തെടുത്തു. അതിൽ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്തു. ആ മനസ്സിലെടുത്ത് ഫോം ചെയ്ത കൺസെപ്റ്റ് വി ആർ അപ്ലൈയിങ് ഇൻ ടു ദ റിയൽ ഫീൽഡ്. That is the active experimentation. We are doing that. So what we got a concrete experience again. വണ്ടി നമ്മൾ ഓടിക്കാൻ തുടങ്ങി, കോൺക്രീറ്റ് എക്സ്പീരിയൻസ്. അപ്പോഴാണ് മനസ്സിലായത് ഹൗ ടു ചേഞ്ച് ദ ബ്രേക്ക് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എവിടെ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അറിഞ്ഞുകൂടാ. ട്രാഫിക് റൂൾസ് ആർ ദെയർ, വണ്ടി പൊതുവഴിയിലേക്ക് എടുക്കുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് അറിഞ്ഞുകൂടാ. So again we will go to this cycle: reflective observation, abstract conceptualization, active experimentation, concrete experience. അങ്ങനെ ഈ സൈക്കിൾ വീണ്ടും 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 പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു, കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ പുതിയ നോളജ് ആഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ സൈക്കിൾ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സൈക്കിൾ ഓഫ് കോൾ. അപ്പോൾ ഇതിൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആണ് ബേസായി നിൽക്കുന്നത്. ആ എക്സ്പീരിയൻസിൽ നിന്ന്, ഫീൽ ചെയ്ത ആ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ റിഫ്ലക്ഷനിലേക്ക് പോകുന്നു. റിഫ്ലക്ഷനിൽ നിന്ന് അബ്സ്ട്രാക്ട് കൺസെപ്ച്വലൈസേഷൻ, കൺസെപ്റ്റ് ഫോർമേഷൻ, കൺസെപ്റ്റിൽ നിന്ന് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ. അല്ലേ, നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ചെയ്യുന്നത് തന്നെയല്ലേ. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതേ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊരു ഐഡിയ ഫോം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കുന്നു. ദെൻ ദ ഹൈപ്പോത്തസിസ് വി ആർ ഗോയിങ് ടു ടെസ്റ്റ്, റീഡൂയിങ് ദാറ്റ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ, വെൻ അഗെയിൻ വീൽ എവിടെയാണ് തെറ്റിപ്പോയത്, എന്താണ് ചെയ്യേണ്ടത്, ഏത് സ്റ്റെപ്പിലാണ്, അത് വീണ്ടും കൺസെപ്റ്റ് ഫോം ചെയ്യുന്നു, വീണ്ടും റീഡൂയിങ്. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ ദിസ് ഈസ് ദ ലേണിംഗ് സൈക്കിൾ. Okay, these are the 4 stages of this learning cycle. First one is concrete experience, which we are feeling. Then reflective observation, second stage, that we are watching.
observation. Abstract conceptualization, that we are thinking, that is concept formation. Active experimentation, that we are actually doing what is formed in our concept. So this is the learning cycle of Kolb. So concrete experiences, feeling. Learning from specific experiences are relating to people. Concrete experience la നമ്മൾ ഈ ലേണിംഗ് സൈക്കിളിലേക്ക് പ്രവേശിക്കുന്നത് പലതരത്തിലാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരു കാര്യത്തെ സമീപിക്കുന്ന ആളുകൾക്ക് പല രീതിയിൽ ഈ ലേണിംഗ് സൈക്കിളിലേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവേശിക്കാം. എൻ്റെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത അനുസരിച്ച് ഞാൻ ഒരു ഫീലിംഗ് ലെവലിലേക്ക് ആദ്യം തന്നെ അത് ചെയ്ത് നോക്കി ഫീൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ആ സൈക്കിളിൽ ആ സ്റ്റെപ്പിലേക്കായിരിക്കും പ്രവേശിക്കുന്നത്. ചിലർ അങ്ങനെയല്ല, ചിലർ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അതിന് റിഫ്ലക്ഷൻ വഴിയാണ് അവരുള്ളവർ സെക്കൻഡ് സ്റ്റെപ്പിലായിരിക്കുന്നത്. ചിലർ അതിനെക്കുറിച്ച് കൺസെപ്റ്റ് ഫോർമേഷൻ, അപ്പോൾ അബ്സ്ട്രാക്ട് കൺസെപ്ച്വലൈസേഷൻ, ആക്റ്റീവ് ചിലത് ചെയ്ത് നോക്കിയിട്ടാണ്. ഈ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ലെവൽ, ഫീലിംഗ് ലെവലിലാണെങ്കിൽ ആ ആളുടെ പ്രത്യേകതയാണ് പറയുന്നത്. അത് പ്രിഫർ ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകതയാണ് പറയുന്നത്. ദേ ആർ ലേണിംഗ് ഫ്രം സ്പെസിഫിക് എക്സ്പീരിയൻസസ്. അപ്പോൾ അവർക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ സ്പെസിഫിക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. റിലേറ്റിംഗ് ടു പീപ്പിൾ, ഇവർ ഫീലിംഗ് ലെവലിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. സോ ദേ റിലേറ്റ് വിത്ത് ദ പീപ്പിൾ. അവർക്ക് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ഒന്നും പറ്റത്തില്ല. അവർ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഫീലിംഗ് ലെവലിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്. ദേ ആർ സെൻസിറ്റീവ് ടു അതേഴ്സ് ഫീലിംഗ്സ്. They are a receptive, experience-based approach to learning that relies for a large part on judgment based on feelings. അവർക്ക് എക്സ്പീരിയൻസ് ബേസ്ഡ് അപ്രോച്ചാണ് എല്ലാറ്റിനോടും. ഓക്കെ, ഫീലിംഗ് ലെവലാണ് സംസാരിക്കുകയും എടുക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തത്. They are empathetic and people oriented. In their learning, they are more oriented towards peers than to authority, and they learn best from discussion and feedback from the concrete experience learners. Not primarily interested in theory, instead they like to treat each case as unique and learn best from specific examples. അപ്പോൾ അവർക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ they will learn very fast. They are feeling level people. They are more people oriented. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇവർ കൂടുതലായിരിക്കും. അപ്പോൾ അവർ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ കൂട്ടരാണ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ലെവലിൽ നിൽക്കുന്ന ആളുകൾ. വാച്ചിങ്, ഒബ്സർവിങ് ബിഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് ബൈ വ്യൂയിങ് ദി എൻവയോൺമെൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപ് അവർ ആ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കും. അതിനെ പല ആംഗിളിൽ നിന്ന് നോക്കിക്കാണും. Observation, watching, that is the peculiarity of their nature. Looks for the meaning of things. അവർ കാണുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ് എന്ന് ചിന്തിച്ചു തുടങ്ങും. A tentative, impartial and reflective approach to learning. Okay, reflective approach to learning. They rely on careful observation of others and or like to develop observations about their own experiences. നമുക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ അനുഭവങ്ങളെക്കുറിച്ചും അവർ ആഴത്തിൽ ചിന്തിക്കും. They like lecture format learning so that they can impartial objective observers. They are introverts usually. They like to do self-reflection exercises, journals, brainstorming, etc. അപ്പോൾ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ മോഡ് സെലക്ട് ചെയ്തിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെന്താണ്, അവർ ഒബ്സർവേഷനും വാച്ചിങ്ങിനും ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവരെടുത്തിയായിട്ട് ഒരു കാര്യത്തിലേക്ക് കയറില്ല ആദ്യമേ. ഓക്കെ, ദേ വാണ്ട് ടു observe, they want to reflect on that. After that they will take a decision. മൂന്നാമത്തെ കൂട്ടരാണ് abstract conceptualization. They are more in thinking level. They are analytical, conceptual approach to learning. വളരെ അനാലിസിസ് നടത്തിയാണ് ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നത്. ലോജിക്കൽ തിങ്കിങ് ആൻഡ് റാഷണൽ ഇവാലുവേഷൻ ഈസ് ദ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ. They are oriented towards things rather than to people. Learn best from authority directed learning situations that emphasize theory. ഇവർക്ക് തിയറി, പ്രിൻസിപ്പിൾസ്, all those things are very important for them. ഇവർ നല്ല ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. Abstract conceptualization. This is just opposite to the concrete experience. Don't benefit from the unstructured discovery type learning approaches. Learn through logical analysis of ideas and acting on intellectual understanding of a situation. ഒരു ബുദ്ധിപരമായിട്ടുള്ള അനാലിസിസ് നടത്തി വിശകലനം നടത്തി ഒരു കാര്യം മനസ്സിലാക്കുന്നവരാണ് അബ്സ്ട്രാക്ട് കൺസെപ്ച്വലൈസേഷൻ പ്രിഫർ ചെയ്യുന്നവർ. ഓക്കെ, ഇവരാണ് മൂന്നാമത്തെ കൂട്ടം. നാലാമത്തെ ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ ഓർ ഡൂയിങ്. ആക്റ്റീവ് ഡൂയിങ് അപ്രോച്ച് ടു ലേണിംഗ് ദാറ്റ് റിലേസ് ഹെവിലി ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. ഇവർക്ക് ചെയ്ത് നോക്കണം. കോൺക്രീറ്റ് എക്സ്പീരിയൻസിൽ ഫീലിംഗ് ലെവലാണെങ്കിൽ ദീസ് പീപ്പിൾ ദേ വാണ്ട് ടു എക്സ്പ്ലോർ ദ തിങ്സ്, ദേ വാണ്ട് ടു ഡു തിങ്സ്. These learners learn best when they can engage in project, homework, small group discussions. They don't like lectures and tend to be extrovert. അപ്പോൾ ഡൂയിങ് ആയിട്ട് അവർ പെട്ടെന്ന് തന്നെ ആ ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ആവും. അവരെയാണ് നമ്മൾ ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷന് പ്രിഫർ ചെയ്തിട്ട് ആളുകളായിട്ട് പറയുന്നത്. Ability to get things done by influencing people and events through action includes risk taking.
They like to do simulations, case studies, homework, etc. These are the 4 stages of the learning cycle. അപ്പം ഓരോ സ്റ്റേജിലേക്ക് ഇതിൽ നിങ്ങൾക്ക് ഈ ലേണിംഗ് സൈക്കിളിലേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പ്രവേശിക്കാം. നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. That is based on our personality. Okay. Depending upon the situation or the environment, the learners may enter the learning cycle at any point and will best learn the new task if they practice all 4 methods. അപ്പോൾ ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ 4 രീതിയിലുള്ള പഠന പ്രക്രിയകൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ക്ലാസ് മുറികളിൽ 4 ലേണിംഗ് സ്റ്റൈലിൽ ഏതെങ്കിലുമൊക്കെ പ്രിഫർ ചെയ്യുന്ന പിള്ളേരായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ സൈക്കിളിലേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പ്രവേശിക്കാമെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടൻറ്റ് ഈ 4 സൈക്കിളിൻ്റെ 4 സ്റ്റേജിൽ കൂടെയും കടത്തിക്കൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കണം, അതിനെക്കുറിച്ച് റിഫ്ലക്ഷൻ കൊടുക്കണം, കൺസെപ്റ്റ് ഫോർമേഷൻ സമയം കൊടുക്കണം, എന്നിട്ട് അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഉള്ള സമയം കൊടുക്കണം. ഇതിനുള്ള പോസിബിലിറ്റീസ് ടീച്ചർ ഒരുക്കി നൽകുക. അപ്പോൾ ഈ 4 തരത്തിലുള്ള പ്രെഫറൻസ് കൊടുക്കുന്ന ആളുകളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യും. ഫസ്റ്റ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, ദെൻ റിഫ്ലക്ഷൻ, ആ റിഫ്ലക്ഷൻ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ് ഫോർമേഷൻ വിത്ത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, റീഡൂയിങ് ദാറ്റ്. അങ്ങനെ നമ്മൾക്ക് ഈ ലേണിംഗ് സൈക്കിളിൻ്റെ 4 സ്റ്റേജസും ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ആ ലേണിംഗ് പ്രോസസ് വിൽ ബി വെരി വെരി എഫക്റ്റീവ് അക്കോർഡിംഗ് ടു കോൾ. ഓക്കെ. അപ്പോൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് തുടങ്ങിയാലും റിഫ്ലക്ഷനെ തുടങ്ങിയാലും കൺസെപ്റ്റ് ഫോർമേഷൻ തുടങ്ങിയാലും എവിടെ തുടങ്ങിയാലും കുഴപ്പമില്ല. യു ട്രൈ ടു കംപ്ലീറ്റ് ദിസ് സ്റ്റേജ്. ഒരു ടോപ്പിക്കിന് തന്നെ ഈ 4 സ്റ്റേജിൽ എക്സസൈസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി വെരി എഫക്റ്റീവ്. ഹാറ്റ്മാൻ ടു കോൾബ്സ് ലേണിംഗ് സ്റ്റൈൽ ആൻഡ് ഗേവ് എക്സാമ്പിൾസ് ഓഫ് ഹൗ വൺ മൈ ടീച്ച് ടു ഈച്ച് ഓഫ് ദം. അപ്പോൾ ഈ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ലാബ് വർക്ക്സ്, ഫീൽഡ് വർക്ക്, ഒബ്സർവേഷൻസ് ഓർ വീഡിയോസ്. കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ അവർക്ക് ഒരുക്കി നൽകണമെന്ന് മാത്രം. ഫോർ ദ റിഫ്ലക്റ്റീവ് ഒബ്സർവേഴ്സ്, ലോഗ്സ്, ജേർണൽസ് ഓർ ബ്രെയിൻ സ്റ്റോമിങ്, അവർക്ക് ചിന്തിക്കാനുള്ള തലത്തിൽ ചിന്തിച്ചിട്ട് എഴുതാനുള്ള കൊടുക്കുക. ഫോർ ദ അബ്സ്ട്രാക്ട് കൺസെപ്റ്റലൈസർ, ലെക്ചേഴ്സ്, പേപ്പേഴ്സ് ആൻഡ് അനലോഗീസ്. ഫോർ ദ ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ, സിമുലേഷൻ, കേസ് സ്റ്റഡീസ് ആൻഡ് ഹോംവർക്ക്. സോ ഈ 4 തരത്തിലും പ്രിഫർ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾക്ക് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ കുറച്ചുകൂടി കൂടി എഫക്റ്റീവായിട്ട് ലേണിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. ബേസ്ഡ് ഓൺ ദി സൈക്കിൾ, കോൾ ഗിവ് 4 ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ്. അതുകൂടെ പറഞ്ഞാൽ ഈ തിയറി കംപ്ലീറ്റ് ആകും. സോ നൗ വി സോ ദ ലേണിംഗ് സൈക്കിൾ, 4 സ്റ്റേജ് ലേണിംഗ് സൈക്കിൾ. നൗ വി ആർ ഗോയിങ് ടു സീ ലേണിംഗ് സ്റ്റൈൽസ്. ഈ ലേണിംഗ് സൈക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം 4 ലേണിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതെന്താണ്? നമുക്ക് ലേണിംഗ് സ്റ്റൈൽസ് ഡിസ്ക്രിപ്ഷൻസ്. ലേണിംഗ് സ്റ്റൈൽസ് എനേബിൾസ് ലേണിംഗ് ടു ബി ഓറിയൻറ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രിഫേർഡ് മെത്തേഡ്. പ്രിഫേർഡ് മെത്തേഡ് ഉണ്ടല്ലോ, ഫീലിംഗ്, വാച്ചിങ്, തിങ്കിങ് ആൻഡ് ഡൂയിങ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലേണിംഗ് സ്റ്റൈൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 2 അദ്ദേഹം കമ്പൈൻ ചെയ്യുകയാണ്, അടുത്തടുത്തുള്ള 2. അതായത് ഫീലിംഗ് ആൻഡ് വാച്ചിങ് ആൻഡ് തിങ്കിങ് ആൻഡ് ഡൂയിങ് ആൻഡ് ഫീലിംഗ്. ഇങ്ങനെ അടുത്തടുത്തുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡ്സ്, പ്രിഫേർഡ് മെത്തേഡ്സ് കമ്പൈൻ ചെയ്ത് അദ്ദേഹം 4 ലേണിംഗ് സ്റ്റൈൽസിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. Everyone responds to and needs the stimulus of all types of learning style to one extent or another. It is a matter of using emphasis that fits best with the given situation and the personal learning style preferences. നമ്മൾ പ്രിഫർ ചെയ്യുന്ന ആ മെത്തേഡിന് നമുക്ക് കിട്ടുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അനുസരിച്ച് ബെസ്റ്റ് സ്റ്റിമുലസ് ഏതാണോ അതനുസരിച്ച് നമുക്ക് ഈ സൈക്കിളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓക്കെ. ലേണിംഗ് ഈസ് എ കണ്ടിന്യൂം. എമർജൻസ് ഓഫ് ടൈപ്സ് ഓഫ് ലേണേഴ്സ് ഫ്രം ലേണിംഗ്. എങ്ങനെയാണ് ഈ ലേണേഴ്സ് ഫ്രം ഈ ലേണിംഗ് സൈക്കിളിൽ നിന്ന് ലേണിംഗ് ഈസ് എ കണ്ടിന്യൂം പ്രോസസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞാണത് ചേഞ്ചസ് ഫ്രം 1 സ്റ്റേജ് ടു അനദർ ഇൻ എ സൈക്കിൾ. അപ്പോൾ ഈ 4 സ്റ്റേജിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഒരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. യൂഷ്വലി ഓവർലാപ്പ് ദ നിയർ ബൈ സ്റ്റൈൽസ്. അത് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ 2 പിന്നത്തെ 2 അങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ലേണേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം ദാറ്റ് ദ ടൈപ്സ് ഓഫ് ലേണേഴ്സ് എമർജസ്. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ലേണേഴ്സ്: ഡൈവേർജസ്, അസിമുലേറ്റേഴ്സ്, കൺവേർജസ് ആൻഡ് അക്കോമഡേറ്റേഴ്സ്. 4 types of learners according to Kolb. Now we have concrete experience or the feeling level and reflective observation and watching level. So there comes the diverges. From the reflective observation and abstract conceptualization, that is the next 2 stages. There we have assimilators. Abstract conceptualization and experimentation, we have convergers. The next stage we have accommodators. So these are the 4 learning styles: the concrete experience, reflective expression, abstract conceptualization, active experimentation. These are the preferred method
feeling, watching, thinking, doing. Based on that, learners, the learning styles are different. He made 4 learning styles from the cycle, that is divergers, assimilators, convergers and accommodators. Divergers എന്ന് പറയുന്ന ആളുകൾ ഫീലിംഗ് ആൻഡ് വാച്ചിങ് അതിന് പ്രിഫറൻസ് കൊടുക്കുന്നവരാണ്. ഫീലിംഗ് ആൻഡ് വാച്ചിങ്. അസിമിലേറ്റേഴ്സ് വാച്ചിങ് ആൻഡ് തിങ്കിങ്, ദേ ആർ മോർ കോഗ്നിറ്റീവ്, അവർക്ക് ഇമോഷണൽ ലെവൽ കുറവായിരിക്കും. കൺവേർജേഴ്സിന് തിങ്കിങ് ആൻഡ് ഡൂയിങ്, ദേ വിൽ തിങ്ക് ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ദേ വിൽ ഡു. അക്കോമഡേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ദേ ഡു ആൻഡ്. അതാണ് ഇവരുടെ പ്രിഫറൻസ്. അപ്പോൾ ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡൈവേർജേഴ്സ്, ഫീലിംഗ് ആൻഡ് വാച്ചിങ്. These people are able to look at things from different perspectives. Diverging, പല പല ആംഗിളിൽ നിന്നിട്ട് കാര്യത്തെ കാണുന്നതിന് അവർക്ക് സാധിക്കുന്നു. They are sensitive because they are feeling level ആക്ട് ചെയ്യുന്നവരാണ്. They prefer to watch rather than do, tending to gather information and use imagination to solve problems. അവരൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്യാണ്? ദേ വോണ്ട് ടു വാച്ച് ആൻഡ് ഫീൽ. അവർ നോക്കിക്കണ്ട് ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നവരാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ദേ ആർ ബെസ്റ്റ് അറ്റ് വ്യൂയിങ് കോൺക്രീറ്റ് സിറ്റുവേഷൻസ് അറ്റ് സെവറൽ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ്. കോൺക്രീറ്റ് സിറ്റുവേഷൻസ് അറ്റ് സെവറൽ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ്. ഇവരാണ് ഡൈവേർജേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ. They perform better in situations that require idea generation, for example brainstorming. Divergent, പുതിയ കുറേ ഐഡിയാസ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് അവർക്ക് കൊടുക്കാൻ പറ്റും. How broad cultural interest and like to gather information. Interested in people, tend to be imaginative and emotional, tend to be strong in arts. സയൻസിനേക്കാൾ കൂടുതൽ കാരണം ഇവർക്ക് ഫീലിംഗ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണത്. Prefer to work in groups, to listen with an open mind and receive personal feedback. അപ്പോൾ ഡൈവേർജേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പെക്യുലിയാരിറ്റീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവർ ആർട്സ് സബ്ജക്റ്റിന് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവർ ഫീലിംഗ് ആൻഡ് വാച്ചിങ് ഈ ലെവലിലാണ് അവരുടെ പ്രിഫറൻസ് പോകുന്നത്. രണ്ടാമത്തെ കൂട്ടരാണ് അസിമിലേറ്റേഴ്സ്. Assimilating, watching and thinking. They prefer very logic approach. Ideas and concepts are more important than people. First group, for the divergers, the people are important because they are standing in the feeling level. Here it is watching and thinking, purely cognitive level. For them the concept and logic thinking is very important than the people. Require good clear explanation rather than practical opportunity. അവർക്ക് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം, ലോജിക് എക്സ്പ്ലനേഷൻ കൊടുക്കണം. then they will understand very easily. They excel at understanding wide ranging information and organize it in a clear logical format, less focused on people and more interested in ideas and abstract concept. So these are the second groups. More attracted to logically sound theories than approaches based on practical value. അവർക്ക് ഡൂയിങ് ഒരു പ്രശ്നമല്ല. they are more attracted towards logically sound theories. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് ഒക്കെയാണ് ഇവർക്ക് ഇഷ്ടം. ഇമ്പോർട്ടൻറ്റ് ഫോർ ഇഫക്റ്റീവ്നെസ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് സയൻസ് കരിയേഴ്സ്. ആദ്യത്തെ കൂട്ടർ ഡൈവേർജൻസ് നമ്മൾ പറഞ്ഞു. ദേ ആർ ബെസ്റ്റ് ഇൻ ആർട്ട് സബ്ജക്ട്സ്. ദീസ് പീപ്പിൾ ആർ ബെസ്റ്റ് ഇൻ സയൻസ് സബ്ജക്റ്റ്. പ്രിഫർ റീഡിങ് ലെക്ചേഴ്സ്, എക്സ്പ്ലോറിംഗ് അനലിറ്റിക്കൽ മോഡൽസ് ആൻഡ് ഹാവിംഗ് ടൈം ടു തിങ്ക്. ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അസിമിലേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ഡൈവേർജൻസ്, സെക്കൻഡ് വൺ ഈസ് അസിമിലേറ്റേഴ്സ്. Then we have convergers. Can solve problems and will use learning to find solutions to practical issues. What they are doing and thinking. ഇവർ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആദ്യത്തെ ആളുകൾ വാച്ചിങ് ആൻഡ് തിങ്കിങ്. മനസ്സിലായ ഡിഫറൻസ്. ദീസ് പീപ്പിൾ ആർ ഡൂയിങ് ആൻഡ് തിങ്കിങ്. Prefer technical tasks, are less concerned with people and interpersonal aspects. Best at finding practical use of ideas and theories. Like to